വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്യോക്യസ് ട്രിഫോയെ പിന്തുടർന്ന് അവന് പുറത്തു പോകാനോ അകത്തു കിടക്കാനോ കഴിയാത്ത വിധം കോട്ടയ്ക്കുള്ളിലാക്കി. അന്ത്യോക്യസ് രാജാവ് ശെമിയോനുമായി മുമ്പുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിയന്ത്രിച്ചിരുന്ന അത്തനോബിയൂസിനെ അന്ത്യോക്യസ് രാജാവ് ആ നഗരങ്ങൾ തിരിച്ചു കൊടുക്കാനും യൂദയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്ക് കപ്പം കൊടുക്കാനും അല്ലാത്ത പക്ഷം അവരെ ആക്രമിക്കും എന്ന മുന്നറിയിപ്പും കൊടുത്തു. അത്തനോബിയോസ് ജെറുസലേമിലെത്തി. ശെമയോന്റെ പ്രതാപവും സമ്പൽസമൃദ്ധിയും കണ്ടവൻ വിസ്മയഭരിതനായി. ആ വിവരമറിഞ്ഞ രാജാവ് അത്യധികം കുപിതനായി. അന്ത്യോക്യസ് രാജാവ് സെന്തേബെയൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവനോട് യൂദായ്ക്കെതിരെ പാളയമടിക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും കൽപ്പന നൽകി. സെന്തേബെയൂസ് യൂദയെ കയ്യേറിയ ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി. ശെമയോന്റെ പുത്രനും സൈന്യാധിപനുമായ യോഹന്നാൻ ഗസറായിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ അടുക്കലെത്തി സെന്തേബെയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശെമയോൻ തനിക്ക് വയസ്സായതിനാൽ തൻ്റെ പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് അവരോട് തൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് രാജ്യത്തിനു വേണ്ടി പൊരുതാനും അതിനുള്ള സഹായം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ആശംസിച്ച് അനുഗ്രഹിച്ചയച്ചു. യോഹന്നാൻ സെന്തേബെയൂസിനെതിരെ മുന്നേറി അവർ പലരും മുറിവേറ്റ് വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാൻ്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തേബെയൂസിനെ അവൻ പടികഴിപ്പിച്ച കെദ്രോൺ കോട്ട വരെ പിന്തുടർന്ന് അവരെ കൊന്നൊടുക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. ടോളമി ജെറീക്കോ സമതലത്തിൻ്റെ അധിപനായി നിയമിക്കപ്പെട്ടു. ശെമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ വഞ്ചനാപൂർവ്വം അവൻ അവർക്കൊരു വിരുന്ന് നൽകി. ശെമയോനും പുത്രന്മാരും കുടിച്ച് ഉന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളും എടുത്ത് വിരുന്നുശാലയിൽ വെച്ച് ശെമയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസാറയിലേക്ക് അവനൊരു സേനാവിഭാഗത്തെ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു. യോഹന്നാൻ തന്നെ നശിപ്പിക്കാൻ വന്നവരെ പിടികൂടി വധിച്ചു. 1 മക്കബായർ ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.